തൃശ്ശൂരിലെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കുപ്പായം തുന്നിച്ച് തൃശ്ശൂരിൽ അങ്ങനെ വിലസുകയാണ് ഒരാൾ. അയാളെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ UDFിൽ ഒക്കെ ആക്ഷേപമുയരുന്നു, നേതാക്കന്മാർക്ക് പരാതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. സന്ദീപ് വാര്യരാണത്രേ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായാൻ മോഹിച്ച് കുപ്പായം തുന്നി രംഗത്തിറങ്ങിയിരിക്കുന്നത്. വല്ല സാധ്യതയുണ്ടോ? ഒരു സാധ്യതയും ഇല്ല. തൃശ്ശൂരിൽ സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയൊന്നും കാണുന്നില്ല. അദ്ദേഹം പ്രഖ്യാപിച്ചത് കൊണ്ടായില്ലല്ലോ. സ്ഥാനാർത്ഥി ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ, കാരണം ഈ നിലയ്ക്ക് നീങ്ങിയാൽ സ്ഥാനാർത്ഥി ആയിരിക്കുമോ എന്നുള്ള കാര്യം തന്നെ സന്ദീപിന് സീറ്റേ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയം. അയ്യോ, സീറ്റ് കിട്ടാത്തത്, ഒരു കസേര കിട്ടാത്തത് കൊണ്ട് പാർട്ടി വിട്ട ആളല്ലേ? അതെ, അതിന് അങ്ങനെ വിട്ടതാണ്. പക്ഷെ അദ്ദേഹം സുരേന്ദ്രനോടും ഒക്കെയുള്ള, കൃഷ്ണകുമാറിനോടും ഒക്കെയുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ മാറിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വരെ വരുന്നത് വരെ കാത്തു നിൽക്കാമായിരുന്നില്ലേ എന്നൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങിയത്. എന്തെങ്കിലും അക്കോമഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥാനമോഹമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. പഴയ പോലെ ആദർശമൊന്നും അല്ലല്ലോ. പാലക്കാട് സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ചു, കിട്ടിയില്ല. അതിൻ്റെ കലാപമാണ് പിന്നെ കണ്ടത്. ഇപ്പൊ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. തൃശ്ശൂർ എവിടെയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെ വേറൊരു സീറ്റിൽ കൊണ്ടുപോയി കോൺഗ്രസ് കൊടുത്താൽ ഇയാൾ എന്ത് ചെയ്യും? ഇയാളുടെ ആഗ്രഹ പ്രകടനങ്ങളാണല്ലോ ഇത് മുഴുവൻ. അല്ല, ഞാനൊരു ചോദിക്കട്ടെ. ഈ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷമാണ് കേരളത്തിൽ. ഈ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടിയെ ചലിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തെങ്കിലും ഭരണം കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ചത്തു പണിയെടുത്ത് പിണറായി വിജയൻ്റെ പോലീസിൻ്റെയും DYFIക്കാരുടെ ജീവൻ രക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമായി ചെടിച്ചട്ടി കൊണ്ട് അടികൊണ്ടുമൊക്കെ പ്രവർത്തിച്ച 100 കണക്കിന് പ്രവർത്തകർ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ളപ്പോൾ നിന്നിടത്ത് ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് മറുകണ്ഠം ചാടി വന്ന ആളുകളെ മത്സരിപ്പിച്ചാൽ യഥാർത്ഥ കോൺഗ്രസ്സുകാർ എന്തു ചെയ്യും? അതെ, അങ്ങനത്തെ പ്രശ്നമുണ്ട്. വേറെ ഈ സീറ്റ് കൊടുക്കാത്ത എത്രയോ മുതിർന്ന നേതാക്കൾ തന്നെയുണ്ട്. 80ഉം 60ഉം ഒക്കെ വയസ്സ്. വടക്കാഞ്ചേരിയിൽ നിന്നുണ്ടായിരുന്ന KS നാരായണൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടൊരു കോൺഗ്രസിന്റെ MLA ഓർക്കുന്നില്ലേ? അദ്ദേഹം കരുണാകരനെ പണ്ടുതൊട്ടേ അറിയും. തൃശ്ശൂർക്കാരല്ലേ? കരുണാകരന്റെ അടുത്ത് വേറൊരാൾക്ക് സീറ്റ് ശുപാർശയ്ക്ക് പോയതാണ് ഈ നാരായണൻ നമ്പൂതിരി. അങ്ങനെയാണ് നാരായണൻ നമ്പൂതിരിക്ക് സീറ്റ് കിട്ടുന്നത്. നമ്പൂതിരി തിരുമേനി എത്ര കാലമായി ഇതും പറഞ്ഞു നടക്കുന്നു, ഇത് തിരുമേനിക്ക് ഇരിക്കട്ടെ എന്ന് വേറൊരാൾക്ക് ശുപാർശയ്ക്ക് പോയപ്പോഴാണ്. അതൊക്കെ മാന്യന്മാരായ കോൺഗ്രസ്. അങ്ങനത്തെ കാലം ആളുകളെ തിരിച്ചറിയുന്ന നേതാക്കന്മാരും ഉണ്ടായിരുന്നു. യുവാക്കളെ എത്ര പേരെയാണ് അദ്ദേഹം അല്ലേ പൊക്കിക്കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലുള്ള ആളുകളെ. സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങേരുടെ കൂടെ നിന്നില്ല എങ്കിൽ എന്ത് വൃത്തികെട്ട ആരോപണവും ഉന്നയിക്കും. അതാണല്ലോ ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെയുള്ള പരാതി. കൃഷ്ണകുമാറിന്റെ ഭാര്യ സഹോദരിയുടെ ചേച്ചി അനിയത്തി തമ്മിലുള്ള സ്വത്ത് കേസ്. അതിനിടയ്ക്ക് ഗാർഹിക പീഡനം പരാതി കൊടുത്തു. അത് പോലീസ് FIR ഇട്ടു, ഒന്നുമില്ലെന്ന് കണ്ടെത്തി. അവസാനം കോടതിയിൽ കേസായി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഈ കേസ്, ജൂലൈ 24 ഈ കേസിൽ ഒരു കഴമ്പുമില്ലെന്ന് ക്ലോസ് ചെയ്ത കേസ്. അതിപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത് 2015 മുതൽ ഈ സ്വത്ത് തർക്കത്തിൻ്റെ പേരുള്ള കേസ് കൃഷ്ണകുമാറിനെതിരെ പറയുന്നുണ്ട്. ഇപ്പം വീണ്ടും അത് കുത്തിപ്പൊക്കിയതിൻ്റെ പിന്നിൽ സന്ദീപ് വാര്യരാണെന്ന് കൃഷ്ണകുമാർ ഇപ്പോൾ പറയുന്നു. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഇത് വളരെ വിശദമായിട്ട് ആളുകളുടെ പേരുമൊക്കെ ആയിട്ട് വന്നിരുന്നു. ഇത് ഈ മിനിയുടെ സഹോദരി, കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ സഹോദരി എന്ന് പറയുന്നവര് വേറൊരു മതസ്ഥനെ വിവാഹം ചെയ്തതാണ്. ഓ, അങ്ങനെയുണ്ടോ? അങ്ങനെയാണ്. വേറൊരു മതസ്ഥനെ വിവാഹം ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് മിനിയുടെ പേരിൽ സ്വത്ത് എഴുതി വെക്കുകയാണേ. കൊടുത്തില്ല അവർക്ക്. വേറൊരു മതസ്ഥനെ വിവാഹം ചെയ്തതാണല്ലോ. അപ്പോഴാണ് ഇവര് കൊണ്ട് കേസ് കൊടുക്കാൻ തുടങ്ങിയത്. മറ്റേ സ്ഥലത്ത് വെച്ചിട്ട് ഇവരെ മർദ്ദിച്ചു എന്നാണല്ലോ കേസ്. അല്ലാതെ ലൈംഗിക റിപ്പോർട്ടറിലോ മറ്റോ അവരുടെ ലേഖകൻ പറയുന്നുണ്ട് ലൈംഗിക ആരോപണം നേരിടുകയാണെന്ന്. തല്ലി എന്നുള്ള പരാതിയാണ് ഈ ഭാര്യയുടെ, മിനിയുടെ സഹോദരിക്കുള്ളത്. എന്നിട്ട് ഈ കേസ് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മജിസ്ട്രേറ്റിന്റെ ചേംബറിലോ മറ്റോ പോയിട്ട് ഈ അച്ഛൻ, ഞാൻ ഒസിയത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എഴുതി വെച്ചത് എന്ന് മജിസ്ട്രേറ്റിനെ അറിയിച്ചതായിട്ടും ഈ കേസിന്റെ ഭാഗമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്.
മുമ്പ്. ഇത് സ്വത്ത് കേസാണത്. ആ സ്വത്ത് കേസിൽ തന്നെ വേറൊരു മതസ്ഥനെ വിവാഹം ചെയ്തു എന്നുള്ള സംഗതി കിടപ്പുണ്ട്. അതുകൊണ്ട് ന്യായമായ അവകാശമൊന്നും അതിൽ പറയാനുമില്ല. അപ്പോ അതാണ് കേസ്. അതെങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെടുന്നത്? മാത്രമല്ല, ഈ സന്ദീപ് വാര്യർ, നമ്മൾ വളരെ മര്യാദക്കാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. സന്ദീപ് വാര്യർ അതിൽ നിന്ന് രാജിവെച്ചിട്ട് മര്യാദയ്ക്കൊരു കോൺഗ്രസ്സുകാരനായിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നോളുന്നതാണ് ഞാൻ വിചാരിച്ചത്. സന്ദീപ് വാര്യർ ചാനലിലൊക്കെ പോയിട്ട് വ്യക്തിപരമായ ഈ വൈരനിര്യാതനം അത് നടത്തിക്കൊണ്ടിരിക്കുക. അല്ല, കൃഷ്ണകുമാറിനെ ഇയാൾക്ക് കണ്ടുകൂടാ. കാരണം കൃഷ്ണകുമാർ അവിടെ കാലങ്ങളായി പണിയെടുത്ത് സ്വയം അധ്വാനിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന നേതാവാണ്. സന്ദീപ് വാര്യർ എങ്ങനെയാണ്, എന്നാണ് രാഷ്ട്രീയത്തിൽ വന്നതെന്നും അദ്ദേഹത്തിന് സംഘപരിവാർ ആയിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ നാട്ടുകാർക്ക് അറിയാം. ഇന്നലെ പെയ്ത മഴയ്ക്ക് കിളിർത്ത തകര പോലെ ഉണ്ടായി വന്ന ആളാണ് സന്ദീപ് വാര്യർ. അപ്പോൾ കൃഷ്ണകുമാറിനെ പോലെ ഒരാൾ ഒരു വലിയ വടവൃക്ഷം പോലെ അവിടെ നിൽക്കുന്നത് തൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാണെന്ന് എന്നും സന്ദീപിന് തോന്നിയിരുന്നു. അത് എന്നും തോന്നിയിരുന്നു. പിന്നെ അവിടെ വേദിയിൽ പുള്ളിക്ക് ഇരിപ്പിടം കൊടുത്തില്ല എന്നൊക്കെയാണല്ലോ അവസാനം ആരോപണമൊക്കെ വന്നത്. കൃഷ്ണകുമാർ പറഞ്ഞു ഞാൻ സംസാരിക്കാൻ തയ്യാറാണെന്ന്. ആ സമയത്തും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു സന്ദീപ് വാര്യരുമായിട്ട് സംസാരിക്കാം. ഈ രാഷ്ട്രീയത്തിലൊക്കെ ചില ആളുകൾക്ക് നമ്മൾ ക്ഷമിച്ചിരിക്കണമല്ലോ. ചില ആളുകൾക്ക് 70 വയസ്സ് 75 വയസ്സിലല്ലേ അവസരം രാഷ്ട്രീയം. അതെ. അല്ല, ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ സാർ. അപ്പോൾ നമ്മളിപ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടിയിൽ അത്ര വലിയ പൊസിഷനൊന്നും വഹിച്ചിരുന്ന ആളല്ല സന്ദീപ് വാര്യർ. കുറേ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് കുറച്ച് പെർഫോം ചെയ്ത് നമുക്കറിയാം. ഇവിടെ നമ്മുടെ TG ഒക്കെ വിളിച്ചിട്ട് ഡാറ്റയൊക്കെ എടുത്തിട്ട് ആണ് പുള്ളി പല ചർച്ചകൾക്ക് പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെയാണ്, ഡാറ്റ എടുക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ അങ്ങനെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് പരിചിത മുഖമായി മാറി നമ്മുടെ ഈ ഫ്ലോറിലും വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ എന്നെ വിളിക്കും, സുനിൽജി ഇവിടെ ഉണ്ടോ, ഞാനൊന്ന് വരട്ടെ വരൂ എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിപ്പിക്കരുത്. കാരണം വളർന്നു വരുന്ന ഒരു യുവ നേതാവ് വരട്ടെ. പക്ഷേ എനിക്ക് എന്നെ ഞെട്ടിച്ചത് അദ്ദേഹം ഈ പാർട്ടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ RSS വളരെ മോശം, നരേന്ദ്രമോദി വളരെ മോശം എന്നൊക്കെ പറഞ്ഞെടുത്തൊരു നിലപാടുണ്ടല്ലോ, അതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം ഞാൻ രാഷ്ട്രീയം വിട്ടു, പക്ഷേ എൻ്റെ ഇന്നലകളെ തള്ളിപ്പറഞ്ഞാൽ ഒരുപക്ഷെ കണ്ടീഷൻ അതായിരിക്കും, നീ ഇന്നലെ പറഞ്ഞതൊക്കെ തള്ളി പറഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യം, ഇപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ടൊരു നേതാവ് അങ്ങോട്ട് പോയാൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ BJPയിൽ നിന്ന് കുറേ ആളുകളെ അടർത്തി മാറ്റിയിട്ട് സന്ദീപ് വാര്യർ വന്നാലും കോൺഗ്രസ്സിന് ഗുണമുണ്ടാവും. പക്ഷേ സന്ദീപ് വാര്യർ മാത്രം അവിടെ നിന്ന് വാര്യത്ത് നിന്ന് പുറപ്പെട്ടു പോയി കോൺഗ്രസ്സിൽ ചേർന്നു എന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF ഒരു സീറ്റ് കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ സാങ്കത്യം എന്ത്? ഇയാൾക്ക് എന്താ അവകാശവാദം എന്താ? അടുത്ത തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർക്ക് ഒരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് കൊടുക്കേണ്ടി വരും. ഇതാണ്, മുസ്ലിം ലീഗിന് മാത്രമേ സന്ദീപ് വാര്യർ UDFിലെത്തിയതിൽ സന്തോഷമുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. കാരണം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാൾ വരുമ്പോൾ ഒരു ഷോക്ക്, സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ എലമെന്റ് ഒക്കെ ഉണ്ടല്ലോ. സന്ദീപ് വാര്യർ തന്നെ വേണമെങ്കിൽ CPM-ലും പോയി നിന്നേനല്ലോ. അല്ല, ഗോവിന്ദൻ പറഞ്ഞല്ലോ കൊള്ളാവുന്ന നേതാവാണെന്ന് ഗോവിന്ദൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞു. ആ സമയത്ത് നല്ല കാശ് ചോദിച്ചു എന്നൊരു അലിഗേഷൻ ആ സമയത്തുണ്ടായിരുന്നു. അതെ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ പാണക്കാട് പോയതും ഒക്കെ. നമ്മള് വേറൊരു പാർട്ടിയിൽ ചേർന്നാൽ തന്നെ അതുവരെയുള്ള ജീവിതം റദ്ദാവുമോ? ഇല്ലല്ലോ. ഇയാളിപ്പോൾ സവർക്കറെ പറ്റി ചീത്ത പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടാനും ഇയാൾക്ക് ബുദ്ധിമുട്ടില്ല. പഴയ RSS നേതാക്കളെ പറ്റി ചീത്ത പറഞ്ഞ് പോസ്റ്റ് ഇടാനും ബുദ്ധിമുട്ടില്ല. പക്ഷെ അപ്പം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആളുകൾ ഇയാൾ 2022-ലും 2021-ലും സവർക്കറെ പ്രകീർത്തിച്ച് ഇട്ട പോസ്റ്റുകളുമായിട്ട് പിന്നെ രംഗത്ത് വരും. ഇങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുമ്പ് നമ്മൾ പറഞ്ഞ നിലപാടുകൾ മുഴുവൻ ഒരു പാർട്ടിയിൽ ചേർന്നുകൊണ്ട് റദ്ദാവുമോ? പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് സന്ദീപ് വാര്യർക്ക് ജ്ഞാനോദയം ഉണ്ടായത്. അതെ, ആ സമയത്താണ് ജ്ഞാനോദയം. അപ്പൊ ഇടയ്ക്ക് ഈ അമ്മ ടീച്ചറോ മറ്റോ ആയിരുന്നുകൊണ്ട് ഒരു അധ്യാപകനായിരുന്ന ഒരാൾ പോയി, പഴയ പട്ടാളക്കാരനും പിന്നെ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്ററും ഒക്കെയാണ്. ആ ബഹുമാന്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പലപ്പോഴും ഒക്കെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അതെ, അദ്ദേഹം മകന് വേണ്ടി പല ആളുകളെയും വിളിക്കാറുണ്ടായിരുന്നു. അതെ, എന്നെ വിളിക്കാറുണ്ട്. ഈ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ കോളുകൾ ഞാൻ എടുക്കാറില്ല. കാരണം ഞാൻ എന്ത് പറയാനാണ് അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് എന്ത് പറയാനാണ്? എന്തിനാണ് അദ്ദേഹം തന്നെ എന്ത് പറയാനാണ്? അതെ, സന്ദീപ് പാർട്ടി വിട്ടതിന് ശേഷവും ഗോവിന്ദ വാര്യർ എന്നെ 3 or 4 തവണ വിളിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഷൂട്ടിലായിരുന്നു, ഞാൻ എടുത്തിട്ടില്ല. അല്ലാത്തപ്പോഴും ഞാൻ എടുത്തിട്ടില്ല. അദ്ദേഹം അതിനു മുമ്പ് മകനെക്കുറിച്ച്, മകൻ്റെ പാർട്ടിയെക്കുറിച്ച്, BJPയെക്കുറിച്ച്, നരേന്ദ്രമോദിയെക്കുറിച്ചൊക്കെ ഒരുപാട് എന്നോട് സംസാരിച്ചിട്ടുള്ള ആളാണ് സന്ദീപിൻ്റെ അച്ഛൻ.
അപ്പോൾ അദ്ദേഹം ഇപ്പം മകൻ പാർട്ടി വിട്ടതിന് ശേഷം ഇദ്ദേഹം ഇതൊക്കെ മാറ്റി പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ എനിക്കൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാത്തത്. ഇത് നിഷ്പക്ഷരായ ആളുകൾക്കും സന്ദീപ് വാര്യർ ഇപ്പൊ വന്നിട്ട് BJPയിലെ ആളുകളെ പറ്റി പുച്ഛം പറയല്, അതുപോലെ ഈ സവർക്കറെ പോലുള്ള വീരന്മാരെ പറ്റിയൊക്കെ ഇകഴ്ത്തി പറയുന്നത്, ഇത് നിഷ്പക്ഷരായ ഇപ്പൊ സന്ദീപ് വാര്യർക്ക് BJPക്ക് വേണ്ടി യൂത്ത് ബ്രിഗേഡ് കുറെ പേര് വന്നല്ലോ ചാനലിൽ പുതുതായിട്ട്, അതിൽ ഭേദപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ആളായിരുന്നു സന്ദീപ് വാര്യർ. ആ ഒരു പ്രാധാന്യം ഇപ്പൊ സന്ദീപ് വാര്യർക്കുണ്ടോ? അല്ല, മറ്റൊന്നും കൂടിയാണ്. അതൊന്ന് സന്ദീപ് വാര്യർക്ക് ആ പ്രോമിനൻസ് ഒക്കെ പോയി. മറ്റൊന്ന്, ഇപ്പം ഇന്നും ഒരാവശ്യവുമില്ലാതെ കള്ളം പറഞ്ഞിട്ടാണെങ്കിലും കോൺഗ്രസ്സുകാർ പാലക്കാട്ട് പ്രകടനം നടത്തുകയാണ്. പോലീസിൻ്റെ അടി വാങ്ങിച്ചിട്ടുണ്ട്. അടി കൊണ്ട്, കേസിൽപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, അല്ലേ, ശാരീരിക മർദ്ദനം ഏറ്റുവാങ്ങി എത്രയോ പ്രവർത്തകർ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു. അല്ല, അവരെയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് അവരുടെ അധ്വാനവും സമർപ്പണവും കണ്ടില്ല എന്ന് നടിച്ച് കോൺഗ്രസ് പാർട്ടി സന്ദീപിനെ പോലെയുള്ള രാഷ്ട്രീയ ഭിക്ഷാന്തകികൾക്ക് സീറ്റ് കൊടുത്താൽ ആ പാർട്ടിയുടെ നാശമായിരിക്കും അത്. മാത്രമല്ല, ഈ മുമ്പ് മാണി സാറൊക്കെ പറയുമല്ലോ, രാവിലെ 8 മണിയാകുമ്പോൾ തോറ്റിരിക്കുന്ന ചില ആളുകളുടെ പേര് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ, കാരണം എണ്ണുന്നത് 6 മണിയൊക്കെ അല്ലേ, 8 മണിയാകുമ്പോൾ തോറ്റിരിക്കുന്ന പേര് കേട്ടാ പറയും. അതുപോലത്തെ ഒരാളാണ് സന്ദീപ് വാര്യർ. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫിയുടെ നടുക്കാണല്ലോ ഇപ്പോഴും നിൽക്കാറുള്ളത്. കാരണം ഈ തൃശ്ശൂരിപ്പം സുരേഷ് ഗോപിക്കെതിരെ ആവശ്യമില്ലാത്ത കുറെ ആരോപണങ്ങൾ കൊണ്ടിരുന്നതിന്റെ പിന്നിലും സന്ദീപ് വാര്യരാണ് എന്നുള്ളത്. പിന്നെ സന്ദീപ് വാര്യർ അവിടെ എവിടുന്നോ വീട്ടിൽ നിന്നോ ഓടിപ്പോയ കഥയൊക്കെ ഉണ്ട്. ഇത് നമുക്കെല്ലാം അറിയാം ഡീറ്റെയിൽസ് ഒക്കെ. അതെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഇത് നേരത്തെ അറിയാം. ഒരു പക്ഷെ വെറുതെ ആയിരിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴും സന്ദീപ് വാര്യരുടെ തോളത്ത് കൈയിട്ടിരുന്നത്. അതാണ് ഒരേ തൂവൽ പക്ഷികൾ, അനുഭവസ്ഥർ അല്ലേ. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് രാഹുലിന്റെ വിവാദം ഉണ്ടായതിനു ശേഷം സന്ദീപിനെ കാണുന്നില്ല. എന്നോട് ഒരാൾ പറഞ്ഞു സന്ദീപ് വാര്യർ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാവോ? എനിക്കറിയില്ല. എന്നെ വിളിച്ചല്ലോ. സന്ദീപ് വാര്യർ ഇപ്പോൾ കാശ്മീരിലുണ്ട്. കാശ്മീർ സന്ദർശനത്തിന് പോയിരിക്കുകയാണ്. സന്ദീപിന്റെ കൂടെ പോയിരിക്കുന്നത് ഒരു പ്രവാസിയാണ്. ഈ പ്രവാസിയുടെ ചരിത്രം വളരെ വിചിത്രമായ ചരിത്രമാണ്. അതിൻ്റെ ഡോക്യുമെൻ്റൊക്കെ ഉണ്ട്. അത് എത്തിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. എന്തായാലും സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ മുസ്ലിം ലീഗ് വിചാരിക്കേണ്ടി വരും. കോൺഗ്രസ് സീറ്റ് കൊടുക്കില്ല. സന്ദീപ് വാര്യരുടെ സീറ്റ് ഗോവിന്ദവാര്യരുടെ വീടിൻ്റെ വരാന്തയിലായിരിക്കാം. അതെ, സ്വന്തമായി ഒരു കസേര, നല്ല പോഷായിട്ടുള്ള കസേര വാങ്ങിച്ചാൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. അതെ, പിന്നെ ചരിത്രമൊക്കെ വായിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാമല്ലോ. ഇനി വലിയ കാലം. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.